എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് കമന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയാൻ പോകുന്നത് MS വേർഡിന്റെ കുറച്ച് ടിപ്സുകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ബാക്കി തന്നെയാണ്, സോർട്ട് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ കമന്റ്സിലൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറെ പേരുകളൊക്കെ ടൈപ്പ് ചെയ്താൽ എങ്ങനെ അതിനെ നമുക്ക് അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ഒക്കെ എങ്ങനെ ആക്കാമെന്ന്. അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ടെക്സ്റ്റിനെ സോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്പേഴ്സിനെ സോർട്ട് ചെയ്യാനും ഡേറ്റ്സിനെ സോർട്ട് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ആക്കുക. അപ്പൊ നമുക്ക് വേറെ വിശേഷമൊന്നുമില്ല. പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോൾ ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞ പോലെ MS വേർഡിലെ സോർട്ട് ചെയ്യാനാണ് പഠിക്കുന്നത്. സോർട്ട്. അപ്പൊ ഈ സോർട്ട് ചെയ്യാൻ നമ്മൾ ടെക്സ്റ്റിനെ സോർട്ട് ചെയ്യാൻ പഠിക്കും, അതുപോലെ തന്നെ നമ്പേഴ്സിനെ സോർട്ട് ചെയ്യാൻ പഠിക്കും, അതുപോലെ തന്നെ ഡേറ്റ്സിനെ സോർട്ട് ചെയ്യാനും പഠിക്കും. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ടെക്സ്റ്റ് ആണ്. അപ്പൊ ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ആൽഫബറ്റ്സിനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇവിടെ കുറെ പേര് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അപ്പൊ ഈ പേരുകൾ നമ്മൾ എഴുതിയേക്കുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിലല്ല. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തിൻ സെക്കൻഡ്സ് തന്നെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ പ്രയാസമൊന്നും ഇല്ല, നമുക്കത് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ആദ്യം നമ്മൾ പറയുന്നത് ടെക്സ്റ്റിനെ എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരണം ആൽഫബറ്റ്സ് ആണ്. നമ്മൾ ആൽഫബറ്റ്സ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന പേരുകളെയാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ കുറച്ച് പേരുകൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമൽ, സഞ്ജു, മനു, നീതു എന്ന് പറയുന്ന കുറച്ച് പേരുകൾ. അപ്പൊ അത് ആൽഫബറ്റ്സ്, നമ്മൾ ABCDയിലെ ആൽഫബറ്റ്സ് ഉപയോഗിച്ച് എഴുതി വെച്ചിരിക്കുന്ന പേരുകളെയാണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് കമ്പ്യൂട്ടറിൽ പറയുന്നത്. അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം അല്ലെ, നമ്മൾ ഓർഡർലെസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാക്കാമെന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മെഷീനാണ്. നമ്മൾ ഡയറക്റ്റ് പോയി ഈ ഒരു സോർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് അറിയത്തില്ല ആരെയാണ് സോർട്ട് ചെയ്യേണ്ടത്. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം മാത്രമേ സിസ്റ്റം ചെയ്യത്തുള്ളൂ, അല്ലാതെ സ്വയമേ അതിന് ചെയ്യാൻ ഒരു കഴിവില്ല. അപ്പം നമ്മൾ ആദ്യമേ നമുക്ക് സോർട്ട് ചെയ്യാനുള്ള അത്രയും കാര്യത്തിനെ സെലക്ട് ചെയ്യണം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനെ നമ്മൾ ആദ്യം മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി സ്റ്റെപ്പുകൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഇത്രയും പേരുകളെയാണ് അസെൻഡിങ് ഓർഡറിലോട്ട് മാറ്റേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ഇത്രയും പേരുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്യണം. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിലും മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിലും ഒക്കെ നമ്മൾ ഈ ഒരു സെലക്ഷന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ഓരോ ദിവസം നമ്മളുടെ ഫാമിലിയിലോട്ട് പുതുതായിട്ട് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ നമുക്ക് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം എന്തൊരു കാര്യം സെലക്ട് ചെയ്യണമെങ്കിലും, അതായത് ഒന്നിൽ കൂടുതൽ പേരുകൾ ഉള്ളത് അല്ലെങ്കിൽ ഒരു സെന്റൻസ് അല്ലെങ്കിൽ വേർഡ്സ്, അതിനെയൊക്കെ സെലക്ട് ചെയ്യണമെങ്കിലും ഈ സെയിം പ്രൊസീജിയർ ആണ്. ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മൗസ് വെക്കുക. മൗസ് ജസ്റ്റ് നമ്മളിങ്ങനെ വെക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു പേര് മുതൽ സെലക്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് അമൽ എന്ന് പറയുന്ന പേരിന്റെ എയുടെ തൊട്ടിപ്പുറത്ത് മൗസ് ഇങ്ങനെ വെക്കുക. മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കർസർ കാണാനായിട്ട് പറ്റും. അതായത് ഈ കർസർ വന്നാൽ മാത്രമേ നമുക്ക് സെലക്ഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ കർസർ എന്ന് പറഞ്ഞാല് മൗസ് എവിടെയാണ് എന്ന് നമ്മളെ അറിയിക്കുന്ന ആളാണ് കർസർ. അപ്പൊ ഈ ഫസ്റ്റ്, അതായത് എയുടെ തൊട്ടിപ്പുറത്ത് കർസർ വന്നു. അപ്പൊ കർസർ വരണമെങ്കിൽ നമ്മൾ ചെയ്ത കാര്യം സിമ്പിൾ ആണ്. ജസ്റ്റ് മൗസ് ഇങ്ങനെ അവിടോട്ട് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇനിയിപ്പോ സഞ്ജു എന്നുള്ളതിന്റെ എസിന്റെ അവിടെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ്. ജസ്റ്റ് ഇങ്ങനെ മൗസ് എസിന്റെ അവിടോട്ട് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് കർസർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് പേര് അമല് തൊട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു എ എന്ന് പറയുന്ന ആൽഫബറ്റിന്റെ തൊട്ടിപ്പുറത്തോട്ട് മൗസ് വെച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ കർസർ അവിടെ വന്നു. ഇനി ചെയ്യേണ്ട പ്രൊസീജിയർ സിമ്പിൾ ആണ്. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട്
നമുക്ക് പേരുകൾ താഴോട്ടാണ് കിടക്കുന്നത്. അപ്പൊ മൗസ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക. മൂവ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യേണ്ട അത്രയും പേര്, അതായത് വിനു എന്ന് പറയുന്ന അവസാനത്തെ പേര് വരെ എത്തിക്കഴിയുമ്പോൾ മൗസിൽ നിന്ന് കൈ പതുക്കെ എടുക്കുക. നമ്മൾ കൈ എടുത്തു കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല, അതങ്ങനെ സെലക്ട് ആയി അവിടെ നിൽക്കും. അപ്പം നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ ആ സെലക്ഷൻ പോകുമോ എന്നൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ടത്, പോകത്തില്ല, അതങ്ങനെ അവിടെ അങ്ങ് നിന്നോളും. അപ്പൊ നമ്മൾ ഈ സെലക്ട് ചെയ്ത ഈ പ്രൊസീജിയർ തന്നെ അവസാനത്തെ ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യാം. അതായത് വിനു എന്ന് പറയുന്ന പേരിന്റെ അതായത് അവസാനത്തെ ഭാഗത്തു നിന്നും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സെയിം പ്രൊസീജിയർ ആണ്. അവസാനത്തെ പേര് കഴിയുന്നതിന്റെ അവിടെ, അതായത് വിനു എന്ന പേരാണ് യുവിന്റെ തൊട്ടപ്പുറത്ത് മൗസ് വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ കർസർ അവിടെ വരും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ്. അവസാനമായ കൊണ്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മുകളിലോട്ട് മൗസ് ഡ്രാഗ് ചെയ്യുക. അപ്പൊ താഴെ നിന്നാണെങ്കിൽ മൗസ് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുക, മുകളിൽ നിന്നാണെങ്കിൽ മൗസ് താഴോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പൊ അത് അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതങ്ങ് പഠിച്ചോളും. അത് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ 1-2 തവണ ചെയ്യുമ്പോൾ അതുമായിട്ട് അങ്ങ് യൂസ്ഡ് ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഒരു അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ, ഇതൊക്കെ ഈ ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് ഈ ഒരു ഹോം ടാബിലാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഹോം ടാബ് ഓപ്പൺ ചെയ്യണം. ഫയൽ ആണെങ്കിലും ഹോം ആണെങ്കിലും ഇൻസേർട്ട് ആണെങ്കിലും ഡ്രോ ആണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ അതിന്റെ ഏതെങ്കിലും ആൽഫബറ്റ്സിന്റെ മുകളിൽ വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഹോം ടാബ് ഒക്കെ നമ്മൾ പഠിച്ചപ്പം ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. അപ്പൊ അതൊക്കെ ഓർക്കാത്തവർ വിഷമിക്കേണ്ട. നമുക്കിപ്പോ ഏതൊരു കാര്യം, ഏതൊരു ടൂൾ ആയിക്കോട്ടെ, ഓപ്ഷൻ ആയിക്കോട്ടെ, നമുക്ക് പേരറിയത്തില്ലെങ്കിലും സിസ്റ്റം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു തരും. അപ്പൊ നമ്മൾ പേരറിയത്തില്ല, അതുകൊണ്ട് ഏതാണ് എന്ന് നമുക്ക് അറിയത്തില്ലെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഏതൊരു കാര്യം ആയിക്കോട്ടെ, അതിന്റെ പേരറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിന്റെ മുകളിലോട്ട് വെച്ചാൽ മതി, അതിന്റെ പേര് ഷോ ചെയ്ത് കാണിക്കും. അപ്പൊ ഇത് നമുക്ക് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇതിന്റെ മുകളിലോട്ട് നമ്മൾ മൗസ് വെക്കുമ്പോൾ തന്നെ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും. അപ്പം നമുക്കിപ്പം ഏതാണ് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഏതാന്ന് അറിയത്തില്ല എങ്കിൽ പോലും നമ്മൾ വിഷമിക്കേണ്ട. ജസ്റ്റ് ടാബ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക. അപ്പൊ നമുക്ക് ബി എന്താണെന്ന് അറിയില്ല, അപ്പൊ നമ്മൾ ജസ്റ്റ് മൗസ് അതിന്റെ മുകളിലോട്ട് വെച്ചപ്പോ തന്നെ അതിന്റെ പേര് കാണിച്ചു ബോൾട്ട്. അതുപോലെ തന്നെ ഐ. അപ്പൊ ഏതൊരു കാര്യം നമുക്ക് അറിയത്തില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിന്റെ മുകളിൽ വെക്കുമ്പോൾ അതിന്റെ പേര് ഷോ ചെയ്ത് കാണിക്കും. അപ്പൊ ഇങ്ങനെ ഓരോന്നിലും വെച്ച് നോക്കി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഏതാണ് ഈ ഒരു സോർട്ട് ചെയ്യുന്ന ടൂൾ എന്ന്. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് വന്നപ്പം ഒരു എയും ഉണ്ട്, ഇസഡും ഉണ്ട്. അപ്പൊ ഇങ്ങനെ അതിലോട്ട് മൗസ് വെച്ചപ്പോ തന്നെ അതിന്റെ പേര് അവിടെ കാണിച്ചു സോർട്ട്. അപ്പൊ നമ്മൾ അസെൻഡിങ് ആക്കണമെങ്കിലും ഡിസെൻഡിങ് ആക്കണമെങ്കിലും സെലക്ട് ചെയ്യേണ്ടത് സോർട്ട് ആണ്. അപ്പം ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യണം, അതിനുശേഷം ഹോം ടാബ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ അതേലോട്ട് ഹോം ടാബിലോട്ട് മൗസ് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ ഏത് ടാബ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും ജസ്റ്റ് ഇങ്ങനെ അതേലോട്ട് മൗസ് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഹോം ടാബ് നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്തത് സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടുപിടിച്ചു. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ മൗസ് കൊണ്ട് വെച്ച് നോക്കി സോർട്ട് എന്ന ഓപ്ഷൻ കണ്ടുപിടിച്ചു. അപ്പൊ ഇനി ഈ സോർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് ഈ സോർട്ട് എന്നുള്ളതിലോട്ട് മൗസ് വെച്ചു, ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ്, ഒരു പുതിയൊരു പേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടും. അസെൻഡിങ് ഉണ്ട്, ഡിസെൻഡിങ് ഉണ്ട്. അപ്പൊ നമുക്ക് അസെൻഡിങ് ഓർഡർ ആണ് വേണ്ടത് എങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അസെൻഡിങ്ങിലോട്ട് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അതായത് നമുക്ക് ഈ സെലക്ട് ചെയ്തതിനെ അസെൻഡിങ് ആക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഡിസെൻഡിങ് ആണ് ആക്കേണ്ടതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡിസെൻഡിങ്, ഈ ഡിസെൻഡിങ് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെച്ചാൽ മതി, അല്ലെങ്കിൽ അസെൻഡിങ് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെച്ചാൽ മതി. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ സൈഡിലുള്ള ഈ ഒരു സർക്കിള് സെലക്ട് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു പർട്ടിക്കുലർ കളറിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ ഈ അസെൻഡിങ് ഡിസെൻഡിങ് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് ഇതിൽ സെലക്ട് ആയിരിക്കുന്നത് അസെൻഡിങ് ആണ്. ഇനി ഡിസെൻഡിങ് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മൗസ് ഇങ്ങനെ ഡിസെൻഡിങ്ങിന്റെ മുകളിൽ വെക്കുക. ഡിസെൻഡിങ്ങിന്റെ സ്പെല്ലിങ്ങിലെ ഏതെങ്കിലും ഒരു ആൽഫബറ്റിൽ വെച്ചാൽ മതി. പിന്നെ സ്പേസിൽ വെക്കണമെന്നില്ല, നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ മൗസ് വെച്ചു,
അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ സെലക്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അസെൻഡിങ് ആകത്തില്ല. അപ്പൊ നമുക്ക് ഓക്കെ, നമ്മൾക്ക് ഇത് മതി എന്ന് സെറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ഓക്കെ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്തപ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ലിസ്റ്റ് അസെൻഡിങ് ഓർഡറിലോട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് ഡിസെൻഡിങ് ഓർഡർ ആക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പൊ അസെൻഡിങ് മനസ്സിലായവർക്ക് തീർച്ചയായിട്ടും നമുക്ക് സ്വയമേ തന്നെ ഡിസെൻഡിങ്ങും ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പൊ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇത്രയും പേരിനെയാണ് ഡിസെൻഡിങ് ഓർഡർ ആക്കേണ്ടത്. സോ നമ്മൾ ആദ്യം അത്രയും പേരിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഈ ഫസ്റ്റ് അഖിൽ എന്ന പേരിന്റെ ഫസ്റ്റ് ലെറ്ററിന്റെ അവിടെ മൗസ് വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. കർസർ വന്നതിന് ശേഷം ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് താഴോട്ട് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മളുടെ മൊത്തം പേര് സെലക്ട് ആയിട്ടുണ്ട്. അപ്പൊ സെലക്ട് ആയതിനു ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക. ഇനി ചെയ്യേണ്ടത് ഹോം ടാബ് ഓപ്പൺ ചെയ്യുക. ഹോം ടാബ് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഹോമിലോട്ട് വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്തപ്പോൾ ഹോം ടാബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ആവശ്യം. അപ്പൊ ആൽഫബറ്റ് എ ക്യാപിറ്റല് ഇസഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പൊ അതിന്റെ പേരാണ് സോർട്ട്. അപ്പൊ നമുക്ക് അറിയത്തില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് വെച്ച് കഴിയുമ്പോൾ സോർട്ട് എന്ന പേര് കാണാം. ഇനിയിപ്പോ നമ്മൾ സോർട്ട് സെലക്ട് ചെയ്യുകയാണ് വെച്ചാൽ അതിനെ നമ്മൾ സെലക്ട് ചെയ്താലേ അതിനകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയൊരു പേജ് വന്നു. ഇനിയിപ്പോ ഇതിനകത്ത് നമുക്ക് അസെൻഡിങ് ആണ് നമ്മൾ ഓൾറെഡി ചെയ്തത്. നമുക്ക് ഡിസെൻഡിങ് ആക്കണമെങ്കിൽ ഈ ഡിസെൻഡിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഡിസെൻഡിങ് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇത്രയും മതി. നമ്മൾ സെലക്ട് ചെയ്ത പേരിനെ നമുക്ക് ഡിസെൻഡിങ് ആണ് ആക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താണ്. അപ്പൊ നമ്മൾ ചെയ്തതൊക്കെ ശരിയാണ്, ഞാൻ ഇങ്ങനെ മതി എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് വെച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ സെലക്ട് ചെയ്ത കാര്യത്തിന് ഡിസെൻഡിങ് ഓർഡറിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ അസെൻഡിങ് ആക്കുന്നതും ഡിസെൻഡിങ് ആക്കുന്നതും. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. സെലക്ട് ചെയ്യുക, ഹോം ടാബ് ഓപ്പൺ ചെയ്യുക, സോർട്ട് സെലക്ട് ചെയ്യുക, അസെൻഡിങ് ഓക്കെ. ഇപ്പൊ നമ്മൾ ചെയ്തത് അസെൻഡിങ് ഓർഡറിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസെൻഡിങ് ആക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോ ചെയ്ത് ജസ്റ്റ് മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഹോം ടാബ് ഓപ്പൺ ചെയ്യുക, സോർട്ട്, അസെൻഡിങ് ഓക്കെ. ഇപ്പം അസെൻഡിങ് ആയിട്ടുണ്ട്. ഇനി ഡിസെൻഡിങ് ആണെങ്കിൽ സെലക്ട്, ഹോം ടാബ്, സോർട്ട്, ഡിസെൻഡിങ് ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ആക്കുന്നത്. അപ്പം ടെക്സ്റ്റ് സോർട്ട് ചെയ്യാൻ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്പേഴ്സ് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ്. നമുക്ക് സോർട്ട് ചെയ്യേണ്ട അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആക്കേണ്ട ആ ഒരു കൂട്ടൻ നമ്പറിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മൗസ് വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് താഴോട്ട് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്രയും നമ്പേഴ്സ് സെലക്ട് ആയതായിട്ട് കാണാം. ഇനി നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ആണ്. ഹോം ടാബ് ഓപ്പൺ ചെയ്യുക, സോർട്ട് സെലക്ട് ചെയ്യുക, അസെൻഡിങ് ഓക്കെ. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ അസെൻഡിങ് ഓർഡറിലോട്ട് പോയിട്ടുണ്ട്. ഇനി ഡിസെൻഡിങ് ആക്കണമെങ്കിൽ സെയിം ആണ്. സെലക്ട് ചെയ്യുക, ഹോം ടാബ് ഓപ്പൺ ചെയ്യുക, അതിൽ നിന്ന് സോർട്ട് സെലക്ട് ചെയ്യുക, ഡിസെൻഡിങ് ഓക്കെ. അപ്പൊ നമ്പേഴ്സ് ഡിസെൻഡിങ് ഓർഡറിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആ ടെക്സ്റ്റിന്റെ കാര്യം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്പേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡേറ്റ്സും ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നമ്പേഴ്സ് ചെയ്യാൻ പഠിച്ചു, അതുപോലെ ടെക്സ്റ്റ് ചെയ്യാൻ പഠിച്ചു. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരണം ആൽഫബറ്റ്സ് ആണ്. അപ്പൊ ടെക്സ്റ്റും പഠിച്ചു, നമ്പറും പഠിച്ചു. ഇനിയുള്ളത് ഡേറ്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് സ്വയമേ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ എല്ലാരും പറയുന്നുണ്ടായിരിക്കും മിസ് ഇത് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാം എന്ന് പറയുന്നുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പം ജസ്റ്റ് ഞാൻ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഒന്ന് കാണിച്ചു തരുവാണ്. ഡേറ്റ് നമുക്ക് അസെൻഡിങ് ആക്കണമെങ്കിൽ ആദ്യം സെയിം പ്രൊസീജിയർ ആണ്. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് അസെൻഡിങ് ആക്കേണ്ട നമ്പേഴ്സ് അല്ല ഡേറ്റ്സിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഹോം ടാബ് ഓപ്പൺ ചെയ്തു,
ഇപ്പൊ ഹോം ടാബ് ഒക്കെ ഓപ്പൺ ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിൽ വരണം, ജസ്റ്റ് ഇങ്ങനെ ഹോമിലോട്ട് വെച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അതിൽ നിന്ന് സോർട്ട്, ക്യാപിറ്റൽ എ അതുപോലെ തന്നെ സെഡ്, അതാണ് സോർട്ട്. സോർട്ട് സെലക്ട് ചെയ്തു, അസെൻഡിങ് സെലക്ട് ചെയ്തു, ഓക്കെ. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിൽ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഡിസെൻഡിങ് ആക്കണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്. എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ അതിനെ ആദ്യം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ സ്റ്റെപ്പ് ചെയ്താലേ ആ ഒരു ഇത് വർക്ക് ആകത്തുള്ളൂ. അപ്പൊ ഇനി ഡിസെൻഡിങ് ആക്കണമെങ്കിലും സെയിം ആണ്, സെലക്ട് ചെയ്യണം, ഹോം ടാബ് ഓപ്പൺ ചെയ്യണം, എ ടു ഇസഡ് സോർട്ട് സെലക്ട് ചെയ്യണം, ഡിസെൻഡിങ്, ഓക്കെ. അപ്പം വിതിൻ സെക്കൻഡ്സ് തന്നെ നമ്മളിപ്പോ എത്ര പേരുണ്ടെങ്കിലും 10, 100, 1000 പേരുണ്ടെങ്കിലും നമുക്കത് സിംപ്ലി നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഒക്കെ ആക്കാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പഠിച്ചത്, സോർട്ട് ചെയ്യാൻ ടെക്സ്റ്റ് ആൻഡ് നമ്പേഴ്സ്, ഡേറ്റ്. അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ചെയ്ത് നോക്കണം. ഒരുപാട് പേര് കമന്റ്സിലൊക്കെ പറഞ്ഞിരിക്കുന്ന കണ്ടു ഇത് ചെയ്യണമെന്ന്. അപ്പം എല്ലാവരും ക്ലാസ് കണ്ടിട്ട് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ എന്നുകൂടെ പറയണം.